ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മിജിബിൾ ദ ഓട്ടർ എന്ന ചാപ്റ്ററാണ്. ഗാവിൻ മാക്സ്വെൽ എന്നാണ് നമ്മുടെ റൈറ്ററുടെ പേര്. ഗാവിൻ മാക്സ്വെൽ ലീവ്സ് ഇൻ എ കോട്ടേജ് ഇൻ കാമസ്വർണ ഇൻ ദ വെസ്റ്റ് ഹൈലാൻഡ്സ് ഇൻ സ്കോട്ട്ലൻഡ്. വെസ്റ്റ് സ്കോട്ട്ലൻഡിലെ ഒരു കാമസ്വർണ എന്ന ഒരു കോട്ടേജിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. When his dog Johnny died, Maxwell was too sad to think of keeping a dog again. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളർത്തുനായ ജോണി മരിച്ചതിന് ശേഷം മറ്റൊരു നായയെ വളർത്തുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വിഷമായിരുന്നു അദ്ദേഹത്തിന്. ബട്ട് ലൈഫ് വിത്തൗട്ട് എ പെറ്റ് വാസ് ലോൺലി. പക്ഷേ ഒരു പെറ്റില്ലാത്ത ഒരു ജീവിതം അദ്ദേഹത്തിന് വളരെ ഏകാന്തമായിട്ട് അനുഭവപ്പെട്ടു. റീഡ് വാട്ട് ഹാപ്പൻ ദെൻ ഇൻ മാക്സ്വെൽസ് ഓൺ വേർഡ്സ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് നോക്കാം. ഏർലി ഇൻ ദ ന്യൂ ഇയർ ഓഫ് 1956 ഐ ട്രാവൽഡ് ടു സദേൺ ഇറാഖ്. അങ്ങനെ 1956കളുടെ ആ തുടക്കത്തിൽ ഞാൻ സദേൺ ഇറാഖിലേക്ക് ട്രാവൽ ചെയ്യുകയായിരുന്നു. ബൈ ദെൻ ഇറ്റ് ഹാഡ് ക്രോസ്ഡ് മൈ മൈൻഡ് ദാറ്റ് ഐ ഷുഡ് ലൈക്ക് ടു കീപ്പ് ആൻ ഓട്ടർ ഇൻസ്റ്റെഡ് ഓഫ് എ ഡോഗ്. അപ്പോൾ ആ സമയമായപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. ഒരു ഡോഗിന് പകരം ഒരു ഓട്ടർ എന്ന് വെച്ചാൽ നീർനായ വളർത്തിയാലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആൻഡ് ദാറ്റ് കാമസ്വർണ റിംഗ് ബൈ വാട്ടർ എ സ്റ്റോൺസ് ത്രോ ഫ്രം ഇറ്റ്സ് ഡോർ. അപ്പോൾ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലം കാമസ്വർണയാണെങ്കിലോ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു. അതായത് എ സ്റ്റോൺസ് ത്രോ ഫ്രം ഇറ്റ്സ് ഡോർ, ഒരു ഡോറിൻ്റെ അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ എത്താവുന്ന അത്രയെന്ന് പറയുന്നത് വെരി ഷോർട്ട് ഡിസ്റ്റൻസ് വുഡ് ബി എൻ എമിനൻ്റ്ലി സ്യൂട്ടബിൾ സ്പോട്ട് ഫോർ ദിസ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ഓട്ടേഴ്സിനെ വളർത്താൻ പറ്റിയ അത്രയും സ്യൂട്ടബിളായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത്. വെൻ ഐ കാഷ്വലി മെൻഷൻ ദിസ് ടു എ ഫ്രണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യം എൻ്റെ ഒരു ഫ്രണ്ടിനോട് കാഷ്വലായിട്ടൊന്ന് പറഞ്ഞു. He as casually replied that I had better get one in the Tigris marshes. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് മറുപടി പറഞ്ഞത്, ടൈഗ്രിസ് മാർഷസിൽ നിനക്ക് ഇങ്ങനെ ഒരെണ്ണത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഫോർ they were as common as mosquitoes. അവിടെയാണെങ്കിൽ ഇത് വളരെ കോമൺ ആണ്. ആൻഡ് were often tamed by the Arabs. അറബികൾ ഇതിനൊക്കെ ഇതുപോലെ വളർത്താറുണ്ട്. We were going to Basra to the Consulate General to collect and answer our mail from Europe. അപ്പോൾ ഞങ്ങൾ ബസ്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺസുലേറ്റ് ജനറലിൽ ഞങ്ങളുടെ മെയിൽ കളക്ട് ചെയ്യാനും അതിന് ആൻസർ ചെയ്യാനും വേണ്ടിയിട്ട്, യൂറോപ്പിൽ നിന്നുള്ള മെയിൽ കളക്ട് ചെയ്യാനും ആൻസർ ചെയ്യാനും വേണ്ടിയിട്ട് ഞങ്ങളങ്ങോട്ട് യാത്ര ചെയ്യായിരുന്നു. അറ്റ് ദ കോൺസുലേറ്റ് ജനറൽ വി ഫൗണ്ട് ദാറ്റ് മൈ ഫ്രണ്ട്സ് മെയിൽ ഹാഡ് അറൈവ്ഡ് ബട്ട് ദാറ്റ് മൈൻ ഹാഡ് നോട്ട്. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഫ്രണ്ടിനുള്ള മെയിലൊക്കെ എത്തിയിട്ടുണ്ട്, പക്ഷേ എൻ്റെത് വന്നിട്ടില്ല. ഐ കേബിൾഡ് ടു ഇംഗ്ലണ്ട്. ഞാനപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് കേബിൾ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു. ആൻഡ് വെൻ 3 days ലേറ്റർ നത്തിങ് ഹാഡ് ഹാപ്പൻഡ്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. ഐ ട്രൈ ടു ടെലിഫോൺ. ഞാൻ പിന്നെ ടെലിഫോണിൽ ട്രൈ ചെയ്തു. ദ കോൾ ഹാഡ് ടു ബി ബുക്ക്ഡ് 24 hours ഇൻ അഡ്വാൻസ്. അപ്പോഴാണെങ്കിലോ 24 മണിക്കൂറിന് മുന്നേ ബുക്ക് ചെയ്താലാണ് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺ ദ ഫസ്റ്റ് ഡേ ദ ലൈൻ വാസ് ഔട്ട് ഓഫ് ഓർഡർ. ആദ്യത്തെ ദിവസമാണെങ്കിൽ ലൈൻ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. ഓൺ ദ സെക്കൻഡ് ദ എക്സ്ചേഞ്ച് വാസ് ക്ലോസ്ഡ് ഫോർ എ റിലീജിയസ് ഹോളിഡേ. രണ്ടാമത്തെ ദിവസമാണെങ്കിലോ ഒരു റിലീജിയസ് ഹോളിഡേ ആയിട്ട് എക്സ്ചേഞ്ചൊക്കെ അടവായിരുന്നു. ഓൺ ദ തേർഡ് ഡേ ദർ വാസ് അനദർ ബ്രേക്ക് ഡൗൺ. മൂന്നാമത്തെ ദിവസം മറ്റൊരു പ്രശ്നമായിരുന്നു. മൈ ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് ഐ അറേഞ്ച് ടു മീറ്റ് ഹിം ഇൻ എ വീക്സ് ടൈം. അപ്പോൾ അങ്ങനെയായപ്പോൾ എൻ്റെ ഫ്രണ്ട് പോയി. ഒരു ആഴ്ചയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. 5 days ലേറ്റർ മൈ മെയിൽ അറൈവ്ഡ്. അങ്ങനെ 5 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മെയിൽ വന്നു. ഐ ക്യാരിഡ് ഇറ്റ് ടു മൈ ബെഡ്റൂം ടു റീഡ്. അപ്പോൾ ഞാൻ അതും കൊണ്ട് എൻ്റെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് അത് വായിക്കാനായിട്ട്. ആൻഡ് ദർ സ്ക്വാറ്റിംഗ് ഓൺ ദ ഫ്ലോർ വേർ 2 Arabs. അവിടെയാണ് ചെന്നപ്പോൾ 2 അറബികൾ അവിടെ തറയിൽ മുട്ടൊക്കെ മടക്കി വെച്ച് ഇങ്ങനെ ഇരിക്കണം. ബിസൈഡ് ദം ലേ എ സാക്ക്. അവരുടെ അടുത്തൊരു ചാക്ക് കിടക്കുന്നുണ്ട്. ദാറ്റ് സ്കിംഡ് ഫ്രം ടൈം ടു ടൈം. അതാണെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദേ ഹാൻഡഡ് മീ എ നോട്ട് ഫ്രം മൈ ഫ്രണ്ട്. അപ്പോൾ അവർ എനിക്കൊരു നോട്ട് മീൻസ് ഒരു പേപ്പർ, ഒരു കുറിപ്പ് കൈമാറി.
ഹിയർ ഈസ് യുവർ ഓട്ടർ. ഇതാണ് നിങ്ങളുടെ ഓട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലെറ്റർ, ഒരു കുറിപ്പ് അവരെനിക്ക് തന്നു. വിത്ത് ദ ഓപ്പണിംഗ് ഓഫ് ദാറ്റ് സാക്ക് ബിഗൻ എ ഫേസ് ഓഫ് മൈ ലൈഫ്. അങ്ങനെ ആ ചാക്ക് തുറക്കുന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ വശം ആരംഭിക്കുകയാണ്. ദാറ്റ് ഹാസ് നോട്ട് യെറ്റ് എൻഡഡ്. ഇപ്പോഴും അവസാനിച്ചിട്ടില്ലാത്തൊരു പുതിയ സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർ ഓൾ ഐ നോ നോട്ട് ആൻഡ് ബിഫോർ ഐ ഡു ഇറ്റ് ഈസ് ഇൻ എഫാക്ട് എ ത്രാൾഡം ടു ഒട്ടേഴ്സ് ആൻഡ് ഒട്ടർ ഫിക്സേഷൻ. അതായത് യഥാർത്ഥത്തിൽ ഒരു ത്രാൾഡം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബീങ് അണ്ടർ ദ കൺട്രോൾ ഓഫ്, ഭയങ്കര ഒരു കൺട്രോൾ, എന്നെ ഭയങ്കര നിയന്ത്രിക്കണം, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഒട്ടർ ഫിക്സേഷൻ, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കാര്യം. That I have since found to be shared by most other people who have ever owned one. അപ്പോൾ അതെനിക്ക് മനസ്സിലായി, ഇതുപോലെ ഒട്ടറിനെ വളർത്തണ മറ്റു ആൾക്കാർ ഷെയർ ചെയ്തുള്ള പല കാര്യങ്ങളും അപ്പോഴാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒട്ടർ ഫിക്സേഷൻ. ദ ക്രിയേച്ചർ ദാറ്റ് എമേർജ്ഡ് ഫ്രം ദി സാക്ക്, ഈ ചാക്കിൽ നിന്ന് ഉയർന്നു വന്ന ആ ജീവി ഓൺ ടു ദ സ്പേഷ്യസ് ടൈൽഡ് ഫ്ലോർ ഓഫ് ദ കോൺസുലേറ്റ് ബെഡ്റൂം. അപ്പോൾ കോൺസുലേറ്റ് ബെഡ്റൂമിൻ്റെ ആ സ്പേഷ്യസ് വിശാലമായ ആ ടൈലിട്ട ഫ്ലോറിലേക്ക് പുറത്തേക്ക് വന്നു. റിസംബിൾഡ് മോസ്റ്റ് ഓഫ് ഓൾ എ വെരി സ്മോൾ മിഡീവലി കൺസീവ്ഡ് ഡ്രാഗൺ. അപ്പോൾ അതിനെ കാണുമ്പോൾ അതിനെ സാമ്യം തോന്നിയിരുന്നത് ഒരു മിഡീവൽ ഏജിലുള്ള ഒരു തരം ഡ്രാഗൻ്റെ പോലെ തോന്നിച്ചു. ഫ്രം ദ ഹെഡ് ടു ദ ടിപ്പ് ഓഫ് ദ ടെയിൽ he was coated with the symmetrical pointed scales of mud armor. അപ്പോൾ അതിൻ്റെ ഹെഡ് തൊട്ട് വാലിൻ്റെ അറ്റം വരെ അത് കോട്ട് ചെയ്തിട്ട് എന്താ, മഡിൻ്റെ ഒരു ആർമർ പോലെ, ഒരു ഷീൽഡ് പോലെ ചെളി കട്ട പിടിച്ചിട്ട് അത് കവർ ചെയ്തിട്ടിരുന്നു. ബിറ്റ്വീൻ ഹൂസ് ടിപ്സ് വാസ് വിസിബിൾ എ സോഫ്റ്റ് വെൽവെറ്റ് ഫർ ലൈക്ക് ദാറ്റ് ഓഫ് എ ചോക്ലേറ്റ് ബ്രൗൺ മോൾ. അപ്പോൾ ആ അതിൻ്റെയൊക്കെ ടിപ്സിൻ്റെ ഇടയിലൂടെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു, വിസിബിളായിരുന്നു, സോഫ്റ്റ് വെൽവെറ്റ് ഫർ, അങ്ങനെ വളരെ പതുപതുത്ത വെൽവെറ്റ് പോലെയുള്ള അതിൻ്റെ രോമക്കുപ്പായം, ആ തൊങ്ങ് എന്ത് കളറായിരുന്നു, ചോക്ലേറ്റ് ബ്രൗൺ, ഒരു ചോക്ലേറ്റ് ബ്രൗൺ മോളിനെ പോലെ തോന്നിച്ചു. ഹി ഷുക്ക് ഹിംസെൽഫ്. അപ്പോൾ ഈ ഒട്ടർ ഒന്ന് കുലുക്കി, സ്വന്തമായിട്ട് ശരീരം ഒന്ന് കുടഞ്ഞു. ആൻഡ് ഐ ഹാഫ് എക്സ്പെക്റ്റഡ് എ ക്ലൗഡ് ഓഫ് ഡസ്റ്റ്. അപ്പോൾ ആ കുടച്ചിൽ ഞാൻ അതിൻ്റെ മീതെയുള്ള പകുതി ആ ചളിയും മഡും പുറത്തേക്ക് വീഴുന്നു വിചാരിച്ചു. പക്ഷേ ഇൻഫാക്ട് ഇറ്റ് വാസ് നോട്ട് ഫോർ അനദർ മന്ത് that I managed to remove the last of the mud and see the otter as it were in his true colors. പക്ഷെ എന്താ സംഭവിച്ചേ, അടുത്തൊരു മാസം വരെ എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. അതിൻ്റെ ശരീരത്തിൽ നിന്ന് മുഴുവനായിട്ട് അവസാനത്തെ മഡ് വരെ റിമൂവ് ആവാൻ അടുത്തൊരു മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. എന്നിട്ടോ ആസ് ഇറ്റ് വേർ ഇൻ ഹിസ് ട്രൂ കളേഴ്സ്, അതിൻ്റെ ശരിക്കുള്ള കളറിൽ അതിനൊന്ന് കാണാനായിട്ട്. Mijbil, as I called the otter, was in fact of a race previously unknown to science. അപ്പോൾ ഞാൻ മിജ്ബിൽ എന്ന് വിളിക്കുന്ന ഈ ഒട്ടർ ആദ്യം നമ്മുടെ ശാസ്ത്രത്തിനൊന്നും അൺനോൺ ആയിരുന്നു, അറിയാത്തതായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക വർഗത്തിൽ പെട്ടതായിരുന്നു ഈ ഒട്ടർ. ആൻഡ് വാസ് അറ്റ് ലെങ്ത് ക്രിസ്റ്റൻഡ് ബൈ സുവോളജിസ്റ്റ് ലൂട്ടോഗെയിൽ പേഴ്സ്പിസിലെറ്റ മാക്സ്വെല്ലി ഓർ മാക്സ്വെൽസ് ഒട്ടർ. അങ്ങനെ സുവോളജിസ്റ്റ് ഇതിനെ ഒരു നെയിം ചെയ്തു. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് എഴുതിയിരിക്കുന്നത്, ലൂട്രോഗെയിൽ പേഴ്സ്പിസിലെറ്റ മാക്സ്വെല്ലി അല്ലെങ്കിൽ ഓർ മാക്സ്വെൽസ് ഒട്ടർ എന്ന് അവർ ഇതിനെ നെയിം ചെയ്തു. ഫോർ ദ ഫസ്റ്റ് 24 hours മിജ്ബിൽ വാസ് നീദർ ഹോസ്റ്റൈൽ നോർ ഫ്രണ്ട്ലി. ആദ്യത്തെ ഒരു 24 മണിക്കൂറോളം നമ്മുടെ ഈ മിജ്ബിൽ എങ്ങനെയാണ്, അത്ര സ്നേഹത്തിലുമല്ല, അത്ര അടുപ്പത്തിലുമല്ല, എന്നത്ര ശത്രുതയിലുമല്ല. ഹി വാസ് സിംപ്ലി അലൂഫ് ആൻഡ് ഇൻഡിഫറൻറ്റ്. സിമ്പിളായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അത് പെരുമാറി. ചൂസിങ് ടു സ്ലീപ്പ് ഓൺ ദ ഫ്ലോർ ആസ് ഫാർ ഫ്രം മൈ ബെഡ് ആസ് പോസിബിൾ. അപ്പോൾ എങ്ങനെയാണ് അത് തറയിൽ എൻ്റെ ബെഡിൽ നിന്ന് പരമാവധി കഴിയുന്നത്ര അകലം പാലിച്ചുകൊണ്ട് തറയിൽ ഉറങ്ങാനാണ് അത് ഇഷ്ടപ്പെട്ടത്. The second night Mijbil came on to my bed in the small hours and remained asleep in the crook of my knees. അപ്പോൾ രണ്ടാമത്തെ ദിവസം രാത്രിയാകുമ്പോൾ കുറച്ചും കൂടി അതിന് പരിചയമായി. അത് എങ്ങനെയാണ്, കെയിം ഓൺ ടു മൈ ബെഡ്, അദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെയോ
അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ഇടയിൽ കിടന്ന് ഉറങ്ങാനായിട്ട് അത് സാധിച്ചു. അതിന് അത്രയും കുറച്ചും കൂടി അടുപ്പായി. എപ്പോൾ വരെ? അൺടിൽ ദ സെർവൻറ്റ് ബ്രോട്ട് ടീ ഇൻ ദ മോർണിംഗ്. രാവിലെ സെർവൻറ്റ് ടീ കൊണ്ടുവരുന്ന വരെ അങ്ങനെ ബെഡിൽ കിടന്ന് ഉറങ്ങി. ആൻഡ് ഡ്യൂറിങ് ദ ഡേ ഹി ബിഗാൻ ടു ലൂസ് ഹിസ് apathy ആൻഡ് ടേക്ക് എ കീൻ മച്ച് ടു കീൻ. അതായത് പകൽ സമയത്തൊക്കെ, രാത്രി സമയത്ത് ഇങ്ങനെ ബെഡിൽ കിടന്നുറങ്ങിയാലും പകൽ സമയത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്ന് വെച്ചെങ്കിൽ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അവിടെ സറൗണ്ടിങ്സൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഐ മെയ്ഡ് എ ബോഡി ബെൽറ്റ് ഫോർ ഹിം. ഞാനൊരു ബോഡി ബെൽറ്റ് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി. ആൻഡ് ടുക്ക് ഹിം ഓൺ എ ലീഡ് ടു ദ ബാത്റൂം. എന്നിട്ട് അതിനെ ബാത്റൂമിലേക്ക് നയിച്ചു. വേർ ഫോർ ഹാഫ് ആൻ അവർ ഹി വെൻറ്റ് വൈൽഡ് വിത്ത് ജോയ് ഇൻ ദ വാട്ടർ. അവിടെയോ അദ്ദേഹം ഈ ഒട്ടറാണ് വെച്ചെങ്കിൽ വളരെ വൈൽഡായിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷിച്ചു. വിത്ത് ജോയ് ഇൻ ദ വാട്ടർ, വെള്ളത്തിൽ നന്നായിട്ട് സന്തോഷിച്ചു. Plunging and rolling in it, shooting up and down the length of the bathtub underwater and making enough സ്ലോഷ് ആൻഡ് സ്പ്ലാഷ് ഫോർ എ ഹിപ്പോ. ഒരു വെള്ളത്തിൽ ഹിപ്പോപ്പൊട്ടാമസ് കിടന്ന് കാണിക്കുന്ന പോലെ വെള്ളത്തിലടിച്ച് സ്പ്ലാഷ് ചെയ്യുകയും പിന്നെ മുകളിലേക്കും താഴേക്കും കളിക്കുകയും പിന്നെ ബാത്ത് ടബിൻ്റെ അടിഭാഗത്ത് കൂടെ ഈ അറ്റം തൊട്ട് അറ്റം വരെ നുഴഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്തു. ദിസ് ഐ വാസ് ടു ലേൺ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓട്ടേഴ്സ്. അപ്പോൾ ഞാൻ ഇത് അറിയേണ്ടതായിരുന്നു, ഇതൊക്കെ ഒരു ഒട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് ഞാൻ അറിയേണ്ടതായിരുന്നു. എവരി ഡ്രോപ്പ് ഓഫ് വാട്ടർ മസ്റ്റ് ബി സോ ടു സ്പീക്ക് എക്സ്റ്റെൻഡഡ് ആൻഡ് സ്പ്രെഡ് അബൌട്ട് ദ പ്ലേസ്. എ ബൗൾ മസ്റ്റ് at once be overturned, or if it will not be overturned, be sat in and splashed in until it overflows. അതായത് ഈ ഒട്ടേഴ്സ് ഒഴുകുന്ന വെള്ളത്തിൽ കളിക്കാനാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ എവറി ഡ്രോപ്പ് ഓഫ് വാട്ടർ, എല്ലാ വെള്ളത്തുള്ളികളും അടിച്ച് തെറിപ്പിച്ച് കളിക്കുക. പിന്നെ ഒരു പാത്രം ഇരിക്കുന്നുണ്ട് വെച്ചെങ്കിൽ അത് മറിച്ചിട്ട് അതിൽ വെള്ളത്തിൽ കളിക്കുക. പിന്നെ അതല്ലെങ്കിലോ അതിൽ വെള്ളം ചിതറുന്ന വരെ അതിൽ ഉള്ളിൽ കയറിയിരിക്കുക. ഇങ്ങനെയൊക്കെ ഓവർഫ്ലോ ചെയ്യുന്നത് വരെ കയറിയിരിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ഇഷ്ടങ്ങൾ. വാട്ടർ മസ്റ്റ് ബി കെപ്റ്റ് ഓൺ ദ മൂവ് ആൻഡ് മെയ്ഡ് ടു ഡു തിങ്സ് വെൻ സ്റ്റാറ്റിക് ഇറ്റ് ഈസ് വേസ്റ്റഡ് ആൻഡ് പ്രൊവോക്കിംഗ്. അതായത് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൽ അടിച്ചു പൊളിച്ച് കളിക്കാനാണ് അതിനിഷ്ടം. അല്ലെച്ചെങ്കിലോ അതിനത്ര പ്രൊവോക്കിംഗ് ആയിട്ട് ഇരിക്കും. ആൻഡ് നെക്സ്റ്റ്, 2 days later, Mitchell escaped from my bedroom as I entered it. അങ്ങനെ 2 ദിവസത്തിന് ശേഷം, ഇപ്പോൾ അത് കുറച്ച് പരിചയമൊക്കെ ആയി. 2 ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് കടക്കണം. ആ ഗ്യാപ്പിൽ കൂടെ അത് പുറത്തേക്ക് വന്നു, രക്ഷപ്പെട്ടു. ആൻഡ് ഐ ടേൺ ടു സീ ഹിസ് ടെയിൽ ഡിസപ്പിയറിംഗ് റൗണ്ട് ദ ബെൻഡ് ഓഫ് ദ കോറിഡോർ ദാറ്റ് ലെഡ് ടു ദ ബാത്റൂം. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അതവിടെ എത്തി. ആ കോറിഡോറിൻ്റെ അറ്റത്ത് ബാത്റൂമിലേക്കുള്ള ആ വളവിൽ അതെത്തി. ആ വാല് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ബൈ ദ ടൈം ഐ ഗോട്ട് ദർ, ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഹി വാസ് അപ്പ് ഓൺ ദ എൻഡ് ഓഫ് ദ ബാത്ത് ആൻഡ് ഫംബ്ലിങ് അറ്റ് ദ ക്രോമിയം ടാബ്സ് വിത്ത് ഹിസ് പോസ്. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവൻ്റെ ആ പോസ് കൈകാലുകളൊക്കെ വെച്ചിട്ട് ആ ക്രോമിയം ടാപ്പിൻ്റെ അരികിൽ ചെന്ന് നിന്ന് അത് തിരിപ്പിക്കുകയാണ്. ഐ വാച്ച്ഡ് അമേസ്ഡ്, ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി അമേസിംഗ് ആയിട്ട് നോക്കി നിന്നു. ഇൻ ലെസ് ദാൻ എ മിനിറ്റ്, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഹി ഹാഡ് ടേൺ ദ ടാപ്പ് ഫാർ ഇനഫ് ടു പ്രൊഡ്യൂസ് എ ട്രിക്കിൾ ഓഫ് വാട്ടർ. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം അവൻ്റെ ആ കൈ കൊണ്ടൊക്കെ ഇതാക്കി തട്ടിയിട്ട് അത് തിരിപ്പിച്ചു. ഇങ്ങനെ ഡ്രോപ്പായിട്ട് വെള്ളം വന്നു തുടങ്ങി. ആൻഡ് ആഫ്റ്റർ എ മൊമെൻറ്റ് ഓർ ടു, പിന്നെ അതിന് ശേഷം 1-2 നിമിഷങ്ങൾക്ക് ശേഷം അച്ചീവ്ഡ് ദ ഫുൾ ഫ്ലോ, നല്ല സ്പീഡിൽ ടാപ്പിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി. He had been lucky to turn the tap the right way. On later occasions, he would sometimes screw it up still tighter. അപ്പോൾ നല്ല രീതിയിൽ അത് തിരിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം. ചിലപ്പോഴൊക്കെ ആണെങ്കിലോ ചില ഒക്കേഷനിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അത് ടൈറ്റായിട്ട് സ്ക്രൂ ചെയ്യും. ചിറ്ററിങ് വിത്ത് ഇറിറ്റേഷൻ ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ് അറ്റ് ദ ടാപ്സ് ഫെയിലർ ടു കോപ്പറേറ്റ്. അതായത് ടാപ്പ് തിരിക്കാൻ പറ്റാത്ത അതിന് ഇറിറ്റേഷനും ഡിസപ്പോയിൻമെൻറ്റും ഉണ്ടാവും. Very soon, Mitch would follow me without a lead and come to me when I called his name. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മിച്ച് എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു വിത്തൗട്ട് എ ലീഡ്, ഞാൻ നയിക്കാതെ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നു തുടങ്ങി. ആൻഡ് കം ടു മീ വന്നു തുടങ്ങി. വെൻ ഐ കോൾ ഹിസ് നെയിം, പേര് വിളിക്കുമ്പോൾ തന്നെ ഓടി വന്നു തുടങ്ങി. ഹീ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം ഇൻ പ്ലേ. കൂടുതൽ സമയം അവൻ ചെലവഴിച്ചത് കളിക്കാനാണ്. ഹീ സ്പെൻഡ് അവേഴ്സ് ഷഫ്ലിംഗ് എ റബ്ബർ ബോൾ റൗണ്ട് ദ റൂം ലൈക്ക് എ 4-footed സോസർ പ്ലെയർ, യൂസിങ് ഓൾ
4 feet to dribble the ball, and he could also throw it with a powerful flick of the neck. അതായത് അവൻ ഈ റബ്ബർ ബോൾ റൂമിൽ റൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചുറ്റിത്തീരുന്ന റബ്ബർ ബോൾ എടുത്തിട്ട് ഒരു 4 ഫൂട്ടഡ് സോസറിനെ പോലെ നാല് കാലുള്ള ഒരു സോസർ പ്ലെയറിനെ പോലെ അത് ഡ്രിബിൾ ചെയ്യാനും ബോൾ ഡ്രിബിൾ ചെയ്യാനും പിന്നെ അതിൻ്റെ കഴുത്തിൻ്റെ വളരെ ക്വിക്കായുള്ള മൂവ്മെൻറ്റിനൂടെ അത് വളരെ ഹൈറ്റിലേക്കും വളരെ ഡിസ്റ്റൻസിലേക്കൊക്കെ തെറിപ്പിക്കാനൊക്കെ അതിന് സാധിച്ചു. But the real play of an otter is when he lies on his back and jiggles with small objects between his paws. പക്ഷേ ശരിക്കും ഒരു ഒട്ടറിൻ്റെ കളിക്കാനുള്ള കഴിവെന്താ വെച്ചാൽ അത് തറയിൽ വെൻ ഹി ലൈസ് ഓൺ ഹിസ് ബാക്സ്, അതായത് പുറത്തോണ്ട് കിടക്കുക വെച്ചാൽ മലർന്ന് കിടന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഒബ്ജക്ട്സ് അതിൻ്റെ കയ്യിലിട്ട് തട്ടി അതിൻ്റെ കൈകാലുകളോണ്ട് തട്ടി കളിക്കുന്നതാണ്. മാർബിൾസ് വെർ മിറ്റ്സ് ഫേവറിറ്റ് ടോയ്സ് ഫോർ ദിസ് പാസ് ടൈം. അപ്പോൾ ഇങ്ങനെ കളിക്കാൻ അതിന് ഏറ്റവും ഇഷ്ടമുള്ളത് മാർബിളായിരുന്നു. ഹി വുഡ് ലൈ ഓൺ ഹിസ് ബാക്ക് റോളിംഗ് 2 or more of them അപ്പ് ആൻഡ് ഡൗൺ ഹിസ് വൈഡ് ഫ്ലാറ്റ് ബെല്ലി വിതൗട്ട് എവർ ഡ്രോപ്പിംഗ് വൺ ടു ദ ഫ്ലോർ. അപ്പോൾ ഇങ്ങനെ തറയിലും മലർന്ന് കിടന്നിട്ട് അത് ഇതുപോലെ മുകളിലേക്ക് മാർബിൾ പീസുകളൊക്കെ മാർബിളുകൾ മുകളിലേക്കും താഴേക്കും ഒക്കെ ഇട്ട് അതിൻ്റെ വളരെ വിശാലമായ ഫ്ലാറ്റായ ബെല്ലിൽ നിന്നൊന്നും താഴേക്ക് വീഴില്ല, അങ്ങനത്തെ ഇതുകൊണ്ട് തട്ടി മുകളിലേക്കും താഴേക്കായിട്ട് കളിക്കുമായിരുന്നു. ഇതൊരു പാർട്ട് കുറച്ച് വരെ നമ്മളോട് നിർത്തിയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിൽ കാണാം.